ഹലോ നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന മഴതോരും മുമ്പേയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഗംഗാധരൻ തൻ്റെ അനിയത്തിയായ വൈജയന്തിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വൈജയന്തിയാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാതെ ഇപ്പോഴും തൻ്റെ ദേഷ്യവും വൈരാഗ്യവും എല്ലാം മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടാണ് അതിനെല്ലാം മറുപടി പറയുന്നത്. ഗംഗാധരൻ പറയുന്നുണ്ട്, നീ നിന്നുടെ പഴയ കാര്യങ്ങൾ മറന്നു പോകരുത്. നീ എങ്ങനെയാണ് 23 വർഷം മുമ്പ് നിനക്ക് സംഭവിച്ചതെല്ലാം നീ മറന്നുകൊണ്ട് ബാലചന്ദ്രനോട് ഇങ്ങനെ വൈരാഗ്യത്തോടു കൂടി പെരുമാറരുത്, ഇങ്ങനെ വൈരാഗ്യം വെക്കരുത്, കുടുംബ കോടതിയിലേക്ക് പോകാനുള്ള സാഹചര്യമൊന്നും നീ ഉണ്ടാക്കരുത്. അതെല്ലാം നിൻ്റെ കുടുംബജീവിതത്തെയും നിങ്ങളുടെ മക്കളെയും എല്ലാം ബാധിക്കുകയാണ് ചെയ്യുന്നത് എന്നെല്ലാം ഗംഗാധരൻ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വൈജയന്തി ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. വൈജയന്തി പറയുന്നുണ്ട്, ഇപ്പോൾ അലീനയെ മതി എല്ലാവർക്കും. അലീന ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല ഗംഗേട്ട. ഇപ്പോൾ എൻ്റെ ഭാഗത്ത് ആരുമില്ല എന്നെനിക്കറിയാം. എൻ്റെ ആങ്ങളമാരെല്ലാവരും അവളുടെ സൈഡാണ്. എന്നാൽ പോലും ഇതിലൊന്നും ഞാൻ തളരില്ല. എനിക്ക് അന്തസ്സായിട്ടുള്ളൊരു ജോലിയുണ്ട്, നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ട്. എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു വാടക വീടെടുത്ത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ഞാൻ എടുക്കുന്ന വാടക വീട്ടിലേക്കായിരിക്കും. എന്നെ കൊല്ലപ്പള്ളിയിലേക്ക് കയറ്റിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറാണ്. എൻ്റെ മക്കളും ഞാനും മാത്രം മതി എന്നെല്ലാം വൈജയന്തി പറയുന്നുണ്ട്. കൃഷ്ണമോള് ചിലപ്പോൾ വരില്ലായിരിക്കും. അവളുടെ അച്ഛൻ്റെ കൂടെയാണല്ലോ. എന്നാലും സാരമില്ല, ഞാൻ എൻ്റെ ബാക്കി 3 മക്കളോടൊപ്പം വളരെ സമാധാനത്തോടെ ഞാൻ ജീവിച്ചോളാം എന്നെല്ലാം വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നിൻ്റെ പഴയകാല ചരിത്രം എല്ലാം ബാലചന്ദ്രൻ മറന്നിട്ടും നീ എന്തുകൊണ്ട് അയാളുടെ മറക്കാൻ തയ്യാറാവുന്നില്ല? അയാളും അലീനയും തമ്മിൽ അച്ഛൻ മകൾ ബന്ധമാണ് എന്നെല്ലാം ഗംഗാധരൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റുപോലെയാണോ ഗംഗേട്ടാ ഇത്? അല്ലല്ലോ, എൻ്റെ താല്പര്യപ്രകാരമാണോ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ വിവാഹം നടത്തിയത്? ബാലചന്ദ്രനും അയാൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അയാൾ എന്നെ കല്യാണം കഴിച്ചത്. അല്ലാതെ എനിക്ക് സമ്മതമല്ല ഈ വിവാഹത്തിന് എന്നറിഞ്ഞിട്ടും കൂടിയല്ലേ ബാലചന്ദ്രൻ എന്നെ വിവാഹം കഴിച്ചത്. ഞാൻ ചെയ്ത തെറ്റ് ആരോടും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഇതങ്ങനെയാണോ? ഇത്ര നാളും ആരോടും പറയാതെ ഇതെല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ എന്നെല്ലാം വൈജയന്തി പറയുന്നുണ്ട്. ഇതൊരിക്കലും എനിക്ക് പൊറുക്കാനാവില്ല എന്ന് തന്നെ ഗംഗേട്ടനോട് വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗംഗേട്ടന് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, ഇവളെല്ലാനും അനുഭവിച്ച് തന്നെ അറിയത്തുള്ളൂ എന്ന് നമ്മുടെ ഗംഗേട്ടന് ഏകദേശം മനസ്സിലായി. പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതുന്ന പോലെയാണ് ഇവളോട് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നും ഇവളോട് ഇനിയും നീ മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് വൈജയന്തിയുടെ അടുത്ത് നിന്നും നമ്മുടെ ഗംഗാധരൻ പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ ബാലചന്ദ്രനെ കാണുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തായി അളിയ, അനിയത്തി എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളിപ്പോഴും എന്താണ് മോളിൽ തന്നെയാണോ? അവളിപ്പോഴും എന്താ പറയുക, എവറസ്റ്റ് കയറിയ ആ കൊടുമുടിയിലെ മോളിൽ തന്നെ നിന്നുകൊണ്ടാണോ അവളിപ്പോഴും സംസാരിക്കുന്നത് എന്നെല്ലാം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ ബാല, ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ അവളെ തള്ളിക്കളയാനൊന്നും പറ്റില്ലല്ലോ ബാല എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളെ എല്ലാം 2 കാലിൽ നിവർന്ന് നിന്ന് അവൾ എല്ലാം സുഖപ്പെട്ട് വരട്ടെ, എന്നിട്ട് വേണമല്ലോ അവൾക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനും കുടുംബകോടതിയിൽ കയറ്റാനും എല്ലാനും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഗംഗേട്ടാ, ഞാനിപ്പോൾ പഴയ ബാലനല്ല, അതോർത്ത് വേണം എല്ലാവരും പെരുമാറാൻ. അനിയന്മാരോടും പറഞ്ഞൊന്നും മനസ്സിലാക്കണം ബാലേട്ടൻ. ഇനി എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പഴയ മുഖമായിരിക്കില്ല നിങ്ങളെല്ലാം കാണുന്നത്. ആ പഴയ ബാലനെ നിങ്ങളങ്ങ് മറന്ന് കളഞ്ഞേക്കണം എന്നെല്ലാം ബാലൻ ഗംഗാധരനോട് പറയുന്നുണ്ട്. ഇനി ഒരു പുതിയ ബാലനെയായിരിക്കും വൈജയന്തി കാണുക എന്നെല്ലാം ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അവൾ ക്ഷമിക്കാൻ തയ്യാറല്ല, അവൾ ക്ഷമയോ പറയാൻ തയ്യാറല്ല അല്ലേ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാം. എന്താ? അല്ലയോ മഹാറാണി, അടിയൻ ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കണം.
എന്തായാലും ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഉള്ള നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും നിങ്ങൾ അതിനു വേണ്ടിയല്ലേ ഈ പോം വഴിയെല്ലാം കാണുന്നത് അല്ലേ ഗംഗേട്ടാ? അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവളുടെ മുമ്പിൽ പോയി യാചിക്കാം. എന്താ? അതല്ലേ വേണ്ടത്? ഞാൻ അവളുടെ മുമ്പിൽ പോയി 2 കൈയും തൊഴുത് ഞാൻ ദാ ഇങ്ങനെ പറയാം, അല്ലയോ മഹാറാണി, അടിയൻ ചെയ്ത തെറ്റുകൾ പുറത്തു മാപ്പാക്കണം. മഹാറാണി തിരുമനസ്സുകൊണ്ടും തിരുശരീരം കൊണ്ടും ഇനിയും മന്യപുരുഷന്മാരെ പ്രാപിക്കുകയും ജാരസന്തതികൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തോളൂ. ഞാനിങ്ങനെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൻ്റെ പേരിൽ ഞാനിങ്ങനെ ഇതിനെല്ലാം കൂട്ടുനിന്ന് തരാം. എന്താ, അങ്ങനെ പറഞ്ഞാൽ മതിയോ ഗംഗേട്ടാ? അങ്ങനെ അങ്ങ് ക്ഷമ ചോദിച്ചാൽ മതിയോ ഗംഗേട്ടാ ഞാൻ അവളോട്? അപ്പോൾ പിന്നെ ഈ കുടുംബത്തെ നല്ല രീതിയിൽ അങ്ങ് മുന്നോട്ട് പൊയ്ക്കോളും. എന്താ, അങ്ങനെയല്ലേ? ഇങ്ങനെയാണോ ഗംഗേട്ടാ ഗംഗേട്ടൻ്റെ മനസ്സിൽ? ഇങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ പിന്നെ ഈ കുടുംബം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും അങ്ങോട്ട് മുന്നോട്ട് പൊയ്ക്കോളൂന്നാണോ ഗംഗേട്ടൻ വിചാരിക്കുന്നത്? അതാണോ ഗംഗേട്ടൻ പറഞ്ഞു വരുന്നത്? പറ ഗംഗേട്ടാ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ ബാല, ഞാൻ നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്. നിങ്ങളുടെ കുടുംബം, നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും നല്ല രീതിയിൽ കുടുംബം നടന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാനിത് പറയുന്നത്. ഇനി ഞാൻ എന്താ പറയേണ്ടത് ബാല? കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നല്ലേ? എല്ലാം ദൈവത്തിന് വിടുന്നു. എന്തായാലും കാലം മായ്ക്കില്ലല്ലോ ഒരു മുറിവും. നിങ്ങൾ 3 അല്ല 4 മക്കളും കൂടി സന്തോഷവും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു കാലം എന്തായാലും വരും ബാല. എന്തായാലും ബാലചന്ദ്രൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യൂ ബാലേന്ദ്ര. പക്ഷേ ഞങ്ങൾക്കിതെല്ലാം കണ്ടു നിൽക്കാനല്ലേ പറ്റുള്ളൂ. എല്ലാം ഞങ്ങളുടെ വിധി. എന്നാൽ ഞാൻ പോയി വരാം ബാല. പോയി വരാമെന്ന് പറയുക, അത് ശരിയാ, പോയി വരണമല്ലോ, പെങ്ങൾ വിളിച്ച് വരുത്തുമല്ലോ അല്ലേ ഗംഗേട്ടാ? എന്നാലും ശരി, കാണാം. അങ്ങനെ ഗംഗാധരൻ പോകുന്നതും നോക്കി ഇടക്ക് നമ്മുടെ വൈജയന്തി കിടക്കുന്ന വാർഡിലേക്കും ഒന്ന് പുച്ഛത്തോടു കൂടി തന്നെ നോക്കിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ബബിതയെ കാണിച്ചുകൊണ്ടുള്ള സീനാണ് നമ്മൾ ഇനി കാണുന്നത്. അപ്പം നമ്മുടെ ബബിത എവിടെയോ പോവാനായിട്ട് ഇറങ്ങി വരുന്നതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങി വരുന്നതാണ്ട് ഇപ്പോൾ നമ്മുടെ കമല ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെ പോവാ, ഇന്ന് കോളേജില്ലേ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്കൊന്ന് അമ്മേനെ കാണാൻ പോകണം, അമ്മേനെ കണ്ട് അമ്മയുടെ അടുത്തൊന്ന് കുറച്ച് നേരം ഇരിക്കണം എനിക്ക്. എന്തായാലും എനിക്ക് അമ്മേനെ ഒന്ന് കാണണം, അമ്മേനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഫസ്റ്റ് അവർ എന്തായാലും ക്ലാസ്സില്ല, ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പൊയ്ക്കോളാം. അപ്പോൾ ഇത് കേൾക്കുന്ന കമല പറയുന്നുണ്ട്, എനിക്കും വൈജയനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, എന്തായാലും ഇപ്പോൾ പോകാൻ പറ്റത്തില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്, അവളോടൊന്ന് പറ, ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നീ ഒന്ന് പറഞ്ഞേക്ക്. ഇവിടെയുള്ള 3 പേരും കാലുമാറിയതും പിന്നെ കടപ്പാട്ടൂർ നടന്ന സംഭവം എല്ലാം നീ വ്യക്തമായിട്ട് തന്നെ വൈജയോട് പറയണം കേട്ടോ. ഞാനേ ഇപ്പോൾ ആശുപത്രിയിലേക്ക് വന്നാൽ ശരിയാകത്തില്ല. അവിടെ ഉണ്ടല്ലോ ബാലേന്ദ്രൻ്റെ 2 പെങ്ങന്മാർ, അവരല്ലേ വൈജയ്ക്ക് കൂട്ടിരിക്കുന്നേ. എന്നെ കണ്ടു കഴിഞ്ഞാലേ അവർ ചിലപ്പോൾ അങ്ങ് തടി തപ്പിക്കളയും. അങ്ങനെ ഇപ്പം അത് വേണ്ട, ബാലേന്ദ്രൻ്റെ പെങ്ങന്മാരല്ലേ, നോക്കട്ടെ. ഇതും പറഞ്ഞ് കമല പറയും, എന്നാ നീ അങ്ങ് ചെല്ല്, ഇനി വൈകിക്കേണ്ട, വേഗം പോവാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ബബിത ഒരു കോൾ ചെയ്യുന്നുണ്ട്. ആരെയാ? വേറെ ആരെയല്ല, അവളുടെ കാമുകനെയാ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ഡി നീ ഇറങ്ങിയോ? അതേക്കെന്ന് അവൾ പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങാൻ പോവാ, ആദ്യം ഒന്ന് അമ്മേനെ ഒന്ന് കാണണം. ഇവിടെ നിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നേ. അതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാലേ ആകെ പ്രശ്നമാവും. ഇവിടെ ഉള്ളവരെങ്ങാനും ഹോസ്പിറ്റലിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഞാനവിടെ എന്തായാലും ചെന്നിരുന്നു എന്ന് പറയുമല്ലോ. അപ്പോൾ പിന്നെ ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട. പിന്നെ അമ്മേനോടാണെങ്കിൽ ഞാൻ അമ്മേനെ കണ്ടു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ക്ലാസ്സിൽ പൊക്കോളാം എന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞോളാം. അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം ഒരുവിധം സേഫ് ആവത്തില്ലേ? അതാ നല്ലത്. അവിടെ നിന്നാണെങ്കിൽ അമ്മേനെ ഇപ്പോൾ വിളിച്ച് ചോദിക്കാനും പോകുന്നില്ല. വയ്യാണ്ട് കിടക്കുന്ന അമ്മേനെ എങ്ങനെയാണ് കോളേജിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നത്? അതും എന്തായാലും നടക്കില്ല. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ എന്നെ പെട്ടെന്ന് കൊണ്ട് വിട്ടോണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബബിതയുടെ കാമുകൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വേഗം കൊണ്ട് വിട്ടോളാം, നമ്മൾ തമ്മിലുള്ള പ്രണയ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേടി ഞാൻ ഇത്രയും കടന്ന് കഷ്ടപ്പെടുന്നേ. നിനക്കെന്താ എൻ്റെ കൂടെ വരാൻ വല്ല ബുദ്ധിമുട്ടോ താല്പര്യക്കുറവോ വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ പറ. അതല്ല ഞാൻ പറഞ്ഞത്, അതല്ല, എനിക്കും താല്പര്യമില്ലാഞ്ഞിട്ടാണോ? ഇപ്പോൾ അമ്മതാ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഇത് വല്ലതും നടക്കുമോ?
ദാ ഇതുപോലെ നമുക്കിങ്ങനെ പുറത്തു പോകാനോ കാണാനോ വല്ലതും നടക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ നോക്കിക്കോ, നിനക്ക് നല്ലൊരു സർപ്രൈസ് ആയിരിക്കും ഞാൻ പോകുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബബിത നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ എത്തുമ്പോൾ അതാ സുനന്ദയാണ് നമ്മുടെ ബബിതേനെ കാണുന്നത്. അങ്ങനെ അമ്മേനെ കാണുന്ന ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് അമ്മേ? എത്ര നാളിങ്ങനെ കിടക്കേണ്ട വരും അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന വൈജ പറയുന്നുണ്ട്, എത്രയായാലും കിടക്കാതെ പറ്റില്ലല്ലോ, ഞാനൊന്ന് എഴുന്നേറ്റ് വരട്ടെ എന്നെല്ലാം പറയുന്നുണ്ട് വൈജ. അവിടുത്തെ വിശേഷം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് വൈജ. അവളല്ലേ അലീന, അവളാണ് എല്ലാത്തിനും കാരണം. ഇങ്ങനെ ഞാൻ കിടക്കുന്നതിൻ്റെ കാരണം തന്നെ അവളാണ് എന്നെല്ലാം വൈജ പറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, അമ്മേ അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ എന്ത് പറയാനാ അമ്മേ, അവിടെ ആദ്യം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നീലഗിരിയിൽ നിന്ന് അങ്കിള് വന്നതിന് ശേഷം എല്ലാ രാജീവൻ അങ്കിളും ശിവനങ്കിളും എല്ലാവരും ഇപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടാ അമ്മേ. ഞങ്ങളോട് തിരിച്ചു അവിടേക്ക് തന്നെ പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പോവില്ല അമ്മേ, അലീനി ഉള്ളിടത്തേക്ക് ഞങ്ങൾക്ക് പറ്റില്ല. രോഹിതേട്ടനാണെങ്കിൽ അലീനിയെ തീരെ ഇഷ്ടമല്ല. അമ്മക്കറിയാലോ അത്. ഞങ്ങൾ എങ്ങനെയാ അമ്മേ അവിടെ പോയിട്ട് താമസിക്കുന്നത്? ശിവനങ്കളും രാജീവങ്കളും ഗംഗാധരനങ്കളും ഞങ്ങളോട് പറയുന്നത് എന്താണെന്ന് അമ്മയ്ക്കറിയോ? ഞങ്ങൾ അച്ഛനോട് മാപ്പ് പറഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് തന്നെ പോയി താമസിക്കണമെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന വൈജ പറയുന്നുണ്ട്, നിങ്ങൾ എവിടേക്കും പോകണ്ട, ഞാൻ വരുന്നത് വരെ നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കണം. പിന്നെ കമല എന്തു പറയുന്നു? കമല കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ നമ്മുടെ ബബിത ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബബിതയുടെ കാമുകൻ ബബിതേനെ കാത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ബബിതയെ കാണുന്നവൻ വാ പോവാം എന്ന് പറഞ്ഞിട്ട് ബബിതേനെയും കൊണ്ടുപോകുന്നത് വളരെ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ ബബിതേനെ അവൻ കൊണ്ടുപോകുന്നത്. അവൻ നല്ലൊരു ഉദ്ദേശത്തിലല്ല ബബിതേനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട് നമുക്കെല്ലാവർക്കും. പക്ഷേ അവൻ്റെ വാക്കുകളിലെല്ലാം മയങ്ങിപ്പോയ ബബിത അവൻ്റെ കൂടെ വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ബബിത പോകുന്നത് വലിയ ഒരു അപകടത്തിലേക്കാണോ എന്നുള്ള തുടർന്നുള്ള വിശേഷങ്ങൾക്കായി അടുത്ത വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. അപ്പോൾ ബൈ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവരും മറക്കരുത്. സപ്പോർട്ട് ചെയ്തും സബ് ചെയ്തും എല്ലാവരും സപ്പോർട്ട് തരിക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.